അവർ വരികയാണ് മക്കളെ. പുതിയ കളികൾ കളിക്കാനും പുതിയ കളികൾ പഠിപ്പിക്കാനും അവരെത്തി. കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നല്ല, ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. അവർ എത്തി മക്കളെ. പുതിയ കളികൾ കാണാനും കളിപ്പിക്കാനും അവരെത്തി. ആരാമല്ലേ, സീസൺ 7 മത്സരാർത്ഥികളെല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിൽ ഇന്ന് എത്ര പേര് കയറും എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവരെല്ലാം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിൽ അപ്പാനി, ശരത്ത്, സരിക ഇവരൊക്കെ വരുന്നുണ്ട്. ഇവർക്കൊക്കെ ചിലപ്പോൾ ഓരോ ഗെയിം പ്ലാൻ കാണും. ഓരോ മത്സരാർത്ഥികളും അവരെല്ലാം ഗെയിം കളിക്കാനാണല്ലോ വന്നത്. ഇനിയിപ്പം വന്നിട്ട് അവരുടെ ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും, മറ്റുള്ള മത്സരാർത്ഥികളോട് ഇവർ എന്തൊക്കെയാണ് പുറത്തെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ മത്സരാർത്ഥിക്കും ഓരോ ഗെയിം പ്ലാൻ ഉണ്ട്. അപ്പോൾ അവരതനുസരിച്ചായിരിക്കും ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓരോ മത്സരാർത്ഥികൾ വരുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ബിഗ് ബോസ് വീട്ടിൽ ഒരാഘോഷമാകും, കളികളും ചിരികളും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വഴക്കുമൊക്കെ കാണും. എങ്കിലും എല്ലാവരും കൂടെ ഉള്ള ആ ഒരിത് ബിഗ് ബോസ് ഹൗസിൽ ഈ 2-3 ദിവസം ഉണ്ടാവും. അവരിപ്പം 1-2 ദിവസം കാണും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും ഇവര് പുറത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ മത്സരാർത്ഥികളോട് പറയുമോ, അല്ലെങ്കിൽ ഇവരെന്തായിരിക്കും ഇവരുടെ ഗെയിം പ്ലാൻ എന്നൊക്കെ നമുക്ക് ഇന്ന് തന്നെ അറിയാൻ പറ്റും. എന്തായാലും അപ്പാനി, സരികയൊക്കെ കയറിയിട്ടുണ്ട്. പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇനിയിപ്പോൾ ഈ പുറത്തെ മത്സരാർത്ഥികളകത്ത് കയറുമല്ലോ, അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ള മത്സരാർത്ഥികൾ എങ്ങനെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമോ, അതോ ഇവർ എന്തായിരിക്കും ഇവരുടെ ഗെയിം പ്ലാൻ, ഇവിടെ നിൽക്കുന്നവരെ പുറത്താക്കാനാണോ, അതോ എന്തായിരിക്കും അവരുടെ ഗെയിം പ്ലാൻ എന്നൊക്കെ അവർ വന്നതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.